നാത്തുമ്മടെ കല്യാണം കഴിഞ്ഞാ ഈ ചക്കൻ്റെ ചക്കനാച്ചി എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റൊരു കസ്റ്റമറാണ്. ഇവന് കല്യാണം കഴിഞ്ഞോ, നല്ല പെണ്ണാണല്ലോ. കല്യാണം നമ്മുടെ അടുത്ത് തന്നെ വരും, നല്ല കൊച്ചു പെണ്ണു. ആ പെണ്ണിന്റെ ഭാഗ്യം. ചെറിയ കൊച്ചു പെണ്ണു കല്യാണം കഴിച്ചത്ര. പിന്നെ സ്റ്റാറ്റസ് നോക്കിയതാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കസ്റ്റമറാണ് ഇവൻ. ചെറിയ ചക്കനാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ എൻഗേജ്മെന്റിനാന്ന് തോന്നുന്നു. പെണ്ണ് കൊച്ചാണല്ലോ. എന്തായാലും ആ പെൺകൊച്ച് ഭാഗ്യവതിയാ. അവൻ അങ്ങനത്തെ നല്ല ചെക്കനാ. ഒരു നുള്ളു പോലും കളയില്ല അവൻ. നമ്മളൊരു ലേഡിയുടെ ബന്ധപ്പെടാൻ പോണതിന് മുന്നേ 2 അല്ലി വെളുത്തുള്ളി കഴിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കിയേ. നിങ്ങളുടെ ശുക്ലം നല്ല നീണ്ടു നിൽക്കും, നല്ല ടൈമിങ് കിട്ടും. ഒന്ന് തിന്നു നോക്കിയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ അറിയിക്കും. ഇത് സക്സസ് ആവുമോ ഇല്ലയോ നോക്ക്. കേട്ട ചാടുവോ നോക്കെ. പോ അവിടുന്ന്. എടാ സത്യം, എടാ സച്ചു, എടാ ടൈമിങ് ഇല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ തന്നെ പുറത്തിറക്കി വിടും. ജമ്മു അങ്ങനെ ഉണ്ട്. ജമ്മു അടിപൊളി ടിപ്പാ. അയ്യോ എൻ്റെ മക്കളാണ്. തിന്നു നോക്ക്. വെളുത്തുള്ളി സന്ദീപേ, വെളുത്തുള്ളി 2 കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടായിട്ടോ നിങ്ങൾ പണിയെടുക്കുക. അതും ഞാൻ കേട്ടിട്ടില്ലേ, ആശുപത്രി കേട്ടിട്ടില്ലേ? വെളുത്തുള്ളി കഴിച്ചിട്ട് ഒരു പുരുഷൻ പെണ്ണിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നിങ്ങളെ വെക്കുന്നു പോകുന്ന ശുക്ലം ഒരു 10-20 മിനിറ്റ് കൂടുതൽ കിട്ടും, ആസ്വദിക്കാൻ പറ്റും. ചെയ്തിട്ട് അഭിപ്രായം പറ. വെളുത്തുള്ളി പച്ചയ്ക്ക് 2 കഴിച്ചിട്ട് നിങ്ങൾ പണിയെടുത്ത് നോക്കിക്കേ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ, ചെയ്തു നോക്കും പറയാം. നല്ല ഫേവർ കിട്ടും. ആ സന്ദീപ് മോഡറേറ്റർ സന്ദീപ് ഇവിടെ വരവില്ല. അടുക്കാൻ മോഡറേറ്റ് കളഞ്ഞു. അവൻ എപ്പോഴെങ്കിലും വന്നിട്ട് എത്ര സമയം മുന്നേ കഴിക്കണം വെളുത്തുള്ളി. അച്ചായനോട് പറയണേ. അച്ചായ പറഞ്ഞ കേട്ടോ, വെളുത്തുള്ളി കഴിക്കുക. 2 വെളുത്തുള്ളിക്ക് പകരം 3 അല്ലി ആയാലും കുഴപ്പമില്ല. അതെനിക്കറിയില്ല. 2 വെളുത്തുള്ളി കഴിച്ചാലും മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. വെളുത്തുള്ളി കഴിച്ചിട്ട് പെണ്ണിനെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. നിങ്ങൾ വേറെ മരുന്നൊന്നും കഴിക്കണം. ട്രൈ ചെയ്യാൻ ഇവിടെ എൻ്റെ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി. ഞാൻ അനുഭവം കൊണ്ട് പറയണിയാ. വെളുത്തുള്ളി കഴിച്ചാൽ മതി കേട്ടോ, ടൈം കൂടുതൽ കിട്ടും. എങ്കിലും ഒന്ന് നോക്കണം കേട്ടോ. ഇന്ന് എത്രക്കാരനാ? ഞാൻ ഇന്ന് തന്നെ നോക്കാം. എടാ നീ ഉത്തരക്കാരനെ സച്ചു. ബിജി യുവർ ലുക്ക് ബ്യൂട്ടിഫുൾ. കീപ് ഇറ്റ് അപ്പ്. ഇതൊന്നാണ് ഇപ്പം എല്ലാം അലങ്കോലായത്. ഇത്ര മുന്നിൽ നമ്മുടെ ഇരുന്നപ്പം എന്ത് ഭംഗിയായിരുന്നു. അപ്പം വന്നില്ലല്ലോ. ഇപ്പം ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ മനുഷ്യനല്ലേ. കൈ പിടിച്ച് കളഞ്ഞാലും മതി. പെണ്ണിൻ്റെ അടുത്ത് പോകണമെന്നൊന്നുമില്ല. കയ്യെ പിടിച്ച് കളഞ്ഞു നോക്ക്, ടൈം കിട്ടണമെന്ന് അറിയാം. ടൈമിങ് ഉള്ളപ്പോൾ എന്താ ഭയോ ഒന്ന് നോക്കണേ. ഓക്കെ, ആദ്യം കയ്യിൽ പിടിച്ച് കളഞ്ഞു നോക്കും. അപ്പം ടൈം കിട്ടുന്നുണ്ട് നോക്കും. നിങ്ങൾക്ക് തിന്നിട്ട് നിങ്ങൾ വെളുത്തുള്ളി കഴിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കൈ പിടിച്ച് നോക്ക്. നിങ്ങൾ ആദ്യം കൈ പിടിച്ച് കളയുമ്പം സമയം നീണ്ടു കിട്ടുന്നുണ്ടോ നോക്ക്. അങ്ങനെയാണെങ്കിൽ ടൈമിങ് ഓക്കെയാണ്. വെളുത്തുള്ളി മണക്കില്ലേ? എന്തിന്? വെളുത്തുള്ളി വായല നല്ല കുണ്ടിമ തേക്കാനല്ല പറഞ്ഞേക്കാൻ ഞാൻ, അല്ലെങ്കിൽ മുട്ടയമ്മ തേക്കാനല്ല പറഞ്ഞേ, മണക്കാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളി വായലിടാനാ പറഞ്ഞേ തിന്നുമ്പോ, അല്ലാണ്ട് കുണ്ടിമ തേക്കാനല്ല. ഇങ്ങർക്ക് ആശുപത്രി ചേച്ചി ഇങ്ങർക്കും ഒന്നും അറിയില്ല. സാധനത്തിൽ പോയി വെളുത്തുള്ളി തേക്കില്ല കേട്ടോ. ജമ്മു വായിലിടാനാ പറഞ്ഞേ. വായിലിട്ട് ചവച്ചരച്ച് തിന്ന് എന്നിട്ട് ഇറക്കിയിട്ട് നിങ്ങൾ കയ്യിലൊന്ന് പിടിച്ചു നോക്കുക. ആദ്യം കയ്യിൽ പിടിച്ചു നോക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അരമണിക്ക് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് കയ്യിലൊന്ന് പിടിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്നും പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന്. ചേഞ്ച് ഉണ്ടെങ്കിൽ ഇത് വർക്കൗട്ടായി, നിങ്ങൾ ബന്ധപ്പെട്ടോ. കേട്ടോ? വെളുത്തുള്ളി കേട്ടോ ചടു. ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് തുടങ്ങണം ബിജി. അല്ല ഇത് സത്യമാണ് അച്ചായ, കാര്യം പറഞ്ഞു. ഞാൻ നുണ പറയണല്ല, സീരിയസ് ആയിട്ട് പറയാം. നല്ലതാണത്.
അനുഭവം കൂടെ. എന്നെ പിടിക്കാത്ത ആളുകൾ മനസ്സിലായില്ല, എന്നും പിടിക്കാത്ത ആൾക്ക് മനസ്സിലായില്ല. പിടിക്കണം. ബിജി ചേച്ചിയുടെ കാമുകൻ. ദൈവം ഇങ്ങനൊന്നും വരല്ല. ഇവിടെ ആൾക്കാർക്ക് ചിലർക്ക് നോവും, കുറെ പേർക്ക് അറിയാത്തവരുണ്ട്. അല്ല, സത്യമാണ് അച്ചായ, ഞാൻ നുണ പറയാറില്ലല്ലോ. ഞാൻ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണേ. ഓക്കെ, ടൈം കിട്ടും. ഞാൻ എൻ്റെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു പരിപാടിയാണത്. എനിക്കാണ് ഇങ്ങനെ വെക്കുന്നു പോകുന്ന ആളുകളെ കണ്ടെടുത്ത് കണ്ടുകൂടാ. അല്ല അച്ചായ, ജമ്മു ആശുപത്രി ചേച്ചിക്കും അങ്ങനെയല്ല. ആശുപത്രി ചേച്ചിയും എനിക്കാണെങ്കിൽ നിൽക്കുറുമ്പോഴേക്കും ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും പോകും. എനിക്ക് അങ്ങനെയുള്ളവർ തീരെ കണ്ടുപിടിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് കൈ പിടിച്ചാലും കുലിക്കാലും പോകാൻ പാടില്ല. നമ്മൾ കൈ കൊണ്ട് കുലുക്കുമല്ലോ. എത്രത്തോളം കുലിക്കാലും പോവാതിരിക്കുന്നവനാണ് എനിക്കിഷ്ടം. എന്നാലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എങ്കിൽ ഇന്ന് ഇവിടെ കൂടാം. ഡൂഡോ ബയോളജി. അല്ല ആശുപത്രി ചേച്ചി, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കയ്യിൽ പിടിച്ച് കുലുക്കി സാധനം പോകുന്നില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ കൊടുത്തി വെക്കണം. അതാവുമ്പം നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാം. അത്തിപ്പഴം സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി, നല്ല പവർ ഉണ്ടാവും. ചേച്ചി താങ്ക് യു. ബിജി ചേച്ചിയുടെ കാമുകൻ ഒരു ലെവലും. ഇതൊക്കെ ആരപ്പാ? എൻ്റെ പിള്ളേർക്ക് ചങ്ക് പൊട്ടും. ഇങ്ങനൊന്നും അല്ലേ. ധാര ബിജി ചേച്ചിയുടെ കാമുകൻ. സത്യ അനുഭവം ഗുരു. ചേട്ടാ ഇങ്ങനൊന്നും ഫ്ലവർ ഇടല്ല. എൻ്റെ ജമ്മു, നീ കരയണ്ട, എനിക്കറിയില്ല ആരാന്ന്. ഓക്കെ. ജമ്മു ഒന്ന് കരയും. ജമ്മു പ്ലീസ് കം. ചടു പോയാ? എന്തിട്ടിട്ട് കാര്യമില്ല. വിജിയുടെ കാമുക, ഞാൻ വീഴൂല. ഇതിലൊന്നും നമ്മൾ വീഴില്ല. നല്ല ലെയറിലോ മെല്ലതിലൊക്കെ ഞാൻ വീഴും. എന്ത് പൂവിട്ടിട്ടും നമ്മൾ വീഴില്ല മുത്തേ. നല്ല ട്രെയിനോ ഒരു ടൂക്കിയോ വൻകിട്ടലേ ബിജി ചേച്ചി വീഴു. തലക്കുട്ടി, ബിജി ചേച്ചി ഒരു കാര്യം ചോദിച്ചോടാ. നല്ല ചോദ്യമാണെങ്കിൽ ചോദിച്ചോ. ആശ ചേച്ചി ഇവിടെ ഇരിക്കി. 2 ലെവൽ ആയിക്കോട്ടെ. ഇനി ട്രെയിൻ അടിച്ചാലും ഞാൻ വീഴു. ചോദിക്കുക സന്ദീപേ. ചടുപോയോ? സന്ദീപിന്റെ ചോദ്യം തുടങ്ങി. സന്ദീപേ, നെയ്യപ്പത്തിന്റെ കാര്യമാണോ? എനിക്ക് വയ്യോ. സന്ദീപ് ചോദിച്ചോ? കൂടെ നിൽക്കുന്ന കട്ട ചങ്ക് ഉണ്ട് ഇവിടെ. പറ. നായ്ക്കരണ പരിപ്പിന്റെ പൊടി പാലിൽ മിക്സ് ചെയ്ത് കുടിച്ചോളാം മതി. എന്നിട്ട് വേണം കുണ്ടി ചൊറിയാൻ. ഉണ്ടാടി നിന്നു. ആ വിനസിക്ക